ഹായ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഗവർണറെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പാർട്ട് 6 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന പാർട്ടാണ് പാർട്ട് 6. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പം ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ ഇതേ സാധനം തന്നെ സെൻട്രൽ ഗവൺമെൻറ്, അതായത് യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ സെയിം ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ഗവർണറിനായാലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയാലും CM-നായാലും അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റിനൊക്കെ ഉള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതുപോലെ നമുക്കിത് പോകാം. ഈ ഗവർണർ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഹെഡ് ആയിരിക്കും നമ്മളുടെ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണർ പാർലമെൻറ്റ്, അതായത് നമ്മൾ പാർലമെൻറ്റിലും അതുപോലെ പ്രസിഡന്റിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനൽ ഹെഡ് ആണെന്നും അതുപോലെ റിയൽ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണെന്നും സെയിം തന്നെയാണ് ഇവിടെയും നോമിനൽ ഹെഡായിട്ട് മാത്രമാണ് ഗവർണർ വർക്ക് ചെയ്യുന്നത്. ഗവർണർ ആക്ട് ആസ് എൻ ഏജന്റ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജന്റ് ആണ് ഗവർണർ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗവർണറെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഡയറക്റ്റ് ഇലക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ, അതായത് നമ്മൾ പ്രസിഡന്റിനെ എടുത്ത പോലെ ഒരു ഇലക്ട്രൽ കൊളീജ് ഉള്ള പോലെ അവിടുന്ന് ഇലക്ട് ചെയ്യുന്നൊന്നുമല്ല. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, അതായത് പ്രസിഡന്റിന് ഇഷ്ടമുള്ള ഒരാളെ ആണ് ഓരോ സ്റ്റേറ്റിലുമായിട്ട് ഓരോ ഗവർണറായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗവർണേഴ്സും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനിയാണ്, അല്ലെങ്കിൽ അവരെ സെൻട്രൽ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഗവർണറോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളറിയാം ഗവർണർ എന്ന് പറയുന്നത് ഒരു നോമിനൽ ഹെഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കനേഡിയൻ മോഡൽ ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ എടുത്തിട്ടിരിക്കുന്നത്. ആർക്കൊക്കെ ഒരു ഗവർണർ ആകാം? ആകെ 2 കണ്ടീഷൻസേ ഉള്ളൂ. ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 35 ഇയേഴ്സ് ഓഫ് ഏജ് അയാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ 2 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കണ്ടീഷൻ പോലെ പറയുന്നതല്ല. ഈ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണർ എന്ന് പറയുന്നത് ഈ ലോക്കൽ പൊളിറ്റിക്സ്, അതായത് ഇപ്പം കേരളത്തിലുള്ള ആൾ ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മൾ ഗവർണറായിട്ട് എടുക്കാൻ പാടില്ല. അയാൾ ലോക്കൽ പൊളിറ്റിക്സിനൊക്കെ കുറച്ച് വിട്ടിട്ട് അയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു പുതിയ ആളായിരിക്കണം നമ്മളൊരു ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കേണ്ടത്. എന്തൊക്കെയാണ് ഒരു കണ്ടീഷൻസ്, ഒരു ഗവർണർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് ദാറ്റ് ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയും അതുപോലെ തന്നെ ഹൗസസ്, അതായത് പാർലമെൻറ്റിൻ്റെയും ലോക്സഭയായാലും രാജ്യസഭയിലായാലും ഈ 2 ഹൗസിൻ്റെയും അംഗം ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ബോത്ത് ദീസ് ഹൗസസ്. ഓക്കെ. രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും അയാൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് ഒരു പാർലമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ ഹെഡോ അല്ലെങ്കിൽ ഇഫ് ഈസ് എ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ്, അതായത് ആ മെമ്പർ എന്ന് പറയുന്ന മെമ്പർഷിപ്പ് അവിടെ അയാൾ ക്യാൻസൽ ചെയ്തിട്ടായിരിക്കണം അയാൾ ഗവർണർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അയാൾ വരേണ്ടി വന്നത്. ഈ ഗവർണറിനെ നമുക്കറിയാം, ഞാൻ ആദ്യം പറയുന്നുണ്ട്, ഓരോ പോസ്റ്റിനും അതിൻ്റെതായ ഓത്ത് നമ്മൾ കൊടുക്കണം. ഈ ഗവർണറിന് ഓത്ത് പറഞ്ഞു കൊടുക്കുന്ന ആരായിരിക്കും? പ്രസിഡന്റിന് ആരായിരുന്നു? CGI, അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു പോസ്റ്റാണ് നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറിനപ്പം ഏത് സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആണോ അയാളായിരിക്കും ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ടേം എന്ന് പറയുന്നത് 5 ഇയേഴ്സ്, 5 വർഷത്തേക്കായിരിക്കും ഒരു ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിഗ്നേഷൻ എഴുതിയിട്ട് കൊടുക്കാൻ പറ്റും. ആർക്കും വേണ്ടിയിട്ടല്ല, ഏത് സമയത്ത് വേണം റെസിഗ്നേഷൻ എഴുതി കൊടുക്കാൻ പറ്റും ടു ദ പ്രസിഡന്റിനായിരിക്കും റെസിഗ്നേഷൻ കൊടുക്കുന്നത് അവിടെ. കാരണം എന്താ? അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? പ്രസിഡന്റാണ്. അപ്പം പിന്നെ റെസിഗ്നേഷൻ കൊടുക്കുന്നത് നമ്മൾ ആർക്കായിരിക്കണം? പ്രസിഡന്റിനായിരിക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും അയാൾ ആ പൊസിഷൻ റിമൂവ് ചെയ്യാനും ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ 4 ഫങ്ഷൻസ് ആണ്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ജുഡീഷ്യൽ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വെച്ചാൽ സ്റ്റേറ്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും എടുക്കുന്നത് ഗവർണറുടെ പേരിലായിരിക്കും. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റേഴ്സിനും അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരായിരിക്കും? ഗവർണറായിരിക്കും. ചീഫ് മിനിസ്റ്ററിനെ നമ്മൾ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള മെജോറിറ്റി പാർട്ടിയിലെ ഹെഡിനായിരിക്കും നമ്മൾ ചീഫ് മിനിസ്റ്റർ ആയിട്ട് എടുക്കുന്നത്. ആ ചീഫ് മിനിസ്റ്റർ പറയുന്ന ആളെയായിരിക്കും ഗവർണർ ആരായിട്ട് എടുക്കുന്നത്? മിനിസ്റ്റേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെയും അഡ്വക്കേറ്റ് ജനറലിനെയും PSC, നമ്മളെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും ഒക്കെ ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മൾ ഗവർണർ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്.
അതുപോലെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി, നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് കേരളത്തിൽ പറയാം. കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികൾ, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്നതും അവിടെ ചാൻസലറായിട്ട് ഇരിക്കുന്നതും ഈ ഗവർണറായിരിക്കും. ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു നിയമവും നമ്മൾ പറയുന്ന പോലെ ബില്ലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസിഡന്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ അപ്രൂവൽ വേണം. സെയിം ഗോസ് ടു ദ സ്റ്റേറ്റ് ടു. ഈ സ്റ്റേറ്റ് ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവന്നു, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അപ്രൂവ് ചെയ്തിട്ട് ഗവർണർ അടുത്തേക്ക് വരികയും ഗവർണർ അത് അപ്രൂവ് ചെയ്താൽ മാത്രമാണ് അതൊരു ബില്ലൊരു ആക്ട് ആയിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ ഗവർണറിന് വേണ്ടിയിട്ട് അത് പ്രസിഡന്റിന് വേണ്ടിയിട്ട് കൺസിഡർ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കാം. പ്രസിഡന്റ് നോക്കട്ടെ എന്നിട്ട് അപ്രൂവ് ചെയ്യട്ടെ എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി എപ്പം സമൻ ചെയ്യണമെന്നും എപ്പം പ്രൊറോഗ് ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? നമ്മളെ ഗവർണറായിരിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു പുതിയൊരു സെഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് നമ്മളെ ഗവർണറായിരിക്കും. അതുപോലെ ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത് നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ബഡ്ജറ്റ് എന്ന് പറയും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ഗവർണറായിരിക്കും. അതുപോലെ അയാളുടെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. എന്തിന്? മണി ബില്ല് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ റെക്കമെൻഡെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി ഗവർണർ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച ജുഡീഷ്യൽ പവർ, നമ്മൾ പാർലമെൻറ്റിൽ പഠിച്ചപ്പം പാർലമെൻറ്റ് പഠിച്ച സമയത്ത് പ്രസിഡന്റ് നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് പാർഡനിങ് പവർ. സെയിം ഗോസ് ടു ദ ഗവർണറിനും ഇതേപോലെ തന്നെ പാർഡനിങ് പവേഴ്സ് ഉണ്ട്. പാർഡനിങ് പവർ, റിപ്രൈവ്, റെസ്പൈറ്റ്, കമ്മ്യൂട്ട്, എല്ലാ പവേഴ്സും ആർക്കും ഉണ്ട്? നമ്മളെ ഗവർണറിനും ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ നോട്ട്സും അതുപോലെ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ വീഡിയോന് താഴെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.